തൊഴിലിടങ്ങളിലും സൈബർ ഇടങ്ങളിലും താൻ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ശ്രദ്ധ നേടിയ നടിയാണ് രേവതി സമ്പത്ത്. ഇപ്പോഴത്തെ നടൻ സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി. ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ്. ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം, അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ പല ഇമേജസ്. +2 കഴിഞ്ഞ സമയത്താണ് മോശം അനുഭവം ഉണ്ടാകുന്നത്. ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു അത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ട് ആയിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി. ആ അക്കൗണ്ട് വഴി പലർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും അറിയാൻ സാധിച്ചതായി രേവതി പറയുന്നു. പിന്നീട് സിദ്ദീഖിന്റെ സുഖമറിയാതെ എന്ന സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറയുകയും അവിടെ വെച്ച് മോശമായി പെരുമാറുകയുമായിരുന്നു. അന്ന് തനിക്ക് 21 വയസ്സ് മാത്രമുള്ളതിനാൽ മോളെ എന്ന് വിളിച്ചാണ് തന്റെ അടുത്തേക്ക് സമീപിച്ചത്. അവിടെ വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിക്കുന്നത്. അയാൾ ഇന്നു പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അന്ന് അയാൾ തന്നെ അടിക്കുകയും ഇടിക്കുകയും പൂട്ടിയിടുകയും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയോടി ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ പോകുമ്പോൾ അയാൾ തന്നോട് പറഞ്ഞത്, നീ എവിടെ പോയി പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ലെന്നാണ്. അതുപോലെ തന്നെ പലരോടും പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചിരുന്നില്ലെന്നും രേവതി പറഞ്ഞു. ഈ സംഭവം കഴിഞ്ഞിട്ടും അയാൾ ഒരു ഉളുപ്പുമില്ലാതെ തന്റെ മുന്നിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയായിരുന്നില്ലെന്നും അത് ശരിയായി ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ്. സിദ്ദീഖ് നമ്പർ 1 ക്രിമിനലാണ്. ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളവുമാണ്. ഇയാൾ കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ സ്വപ്നങ്ങളാണ്. സഹായം ചോദിച്ചു മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല. സഹായത്തിന് അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ളതായി രേവതി പറയുന്നുണ്ട്. 2019 തന്നെ പൊതുസമൂഹത്തിനു മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്നും അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നുമാണ് രേവതി സമ്പത്ത് ഇപ്പോൾ പറയുന്നത്.